ടൈപ്പ് 2 ഡയബറ്റീസ് നമുക്ക് പൂർണ്ണമായിട്ടും മാറ്റാൻ പറ്റും. 10 കൊല്ലത്തിനിപ്പുറമുള്ളതാണെങ്കിൽ ഒറ്റ വർഷം കൊണ്ട് നമുക്ക് പൂർണ്ണമായിട്ട് മാറ്റാൻ പറ്റും. മരുന്ന് കഴിച്ചാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണം കഴിക്കാൻ പറ്റില്ല, മധുരം കഴിക്കാൻ പറ്റില്ല, ഒരുപാട് റെസ്ട്രിക്ഷൻസാണ്. എപ്പോഴും ബ്ലഡ് ചെക്ക് ചെയ്യണം, കൂടിയോ കുറഞ്ഞോ. അപ്പം എപ്പോഴും മനസ്സിൽ എപ്പോഴും ഒരു ടെൻഷനാണ്. നിങ്ങൾ യാത്ര പോകുമ്പോഴും എല്ലാം നിങ്ങളുടെ ആഹാരത്തെക്കുറിച്ച് നിരന്തരമായ ടെൻഷൻ. ഇത് 1-2 കൊല്ലം കൊണ്ട് നിൽക്കുന്നതല്ല, ആജീവനത്തെ നിങ്ങളെ ഈ ടെൻഷൻ പിടിമുറുക്കും. അതേപോലെ ഒരു 10 കൊല്ലം അല്ലെങ്കിൽ 15 കൊല്ലം കഴിയുമ്പോഴത്തേക്ക് നിങ്ങളുടെ മസിൽസ് വീക്കാവാൻ തുടങ്ങും. അപ്പോൾ നിങ്ങളുടെ പല രീതിയിൽ നിങ്ങൾക്ക് ലിമിറ്റേഷൻസ് വരും. അത് നിങ്ങൾക്ക് ദീർഘയാത്ര പോകാനോ അല്ലെങ്കിൽ സ്ട്രെയിനുള്ള ജോലികൾ ചെയ്യാനോ വെയിറ്റ് എടുക്കാനോ ഒക്കെ നല്ല ബുദ്ധിമുട്ട് അനുഭവപ്പെടും. മരുന്ന് കഴിച്ചാൽ പോലും നിങ്ങൾക്ക് മരുന്ന് കഴിക്കുന്നത് വഴി അല്ലെങ്കിൽ ഇൻസുലിൻ എടുക്കുന്നത് വഴി ബ്ലഡ് ഷുഗർ ലെവൽ കുറച്ച് വയ്ക്കാം എന്നുള്ളതല്ലാതെ, അത് നമ്മളൊരു പൈപ്പ് പൊട്ടി തൽക്കാലം ഒരു തുണി ഇട്ട് കെട്ടിവെക്കുന്നത് പോലെയേ ഉള്ളൂ. അത് പെർമനന്റ് അല്ല. ഏറ്റവും കൂടുതൽ ആദ്യം കാലിനെയാണ് ബാധിക്കുന്നത്. മിക്കവരും കാല്, കണ്ണ്, പിന്നെ ഫാറ്റി ലിവർ. ഇതാണ് മെയിനായിട്ട് ഇവിടെ വരുന്ന കംപ്ലൈൻറ്റ്സ്. കാലിൻ്റെ മരച്ച് കാലിലെ രക്തഓട്ടം ഇല്ലാതായി, കാലിൽ തൊട്ടാൽ അറിയാൻ പറ്റത്തില്ല, ചൂടടിച്ചാൽ അറിയത്തില്ല, തട്ടിയാൽ അറിയത്തില്ല, മുറിഞ്ഞാൽ അറിയത്തില്ല. പിന്നെ ക്രമേണ വ്രണങ്ങൾ വന്നിട്ട് അത് ഉണങ്ങാതിരിക്കുകയും പിന്നീട് അത് കാല് മുറിച്ച് മാറ്റുന്ന അവസ്ഥയിലേക്ക് പോവുകയും ചെയ്യും. ഒരു ചെറിയ വ്രണം പോലും ഉണങ്ങാനായിട്ട് പ്രൈവറ്റ് ആശുപത്രികളിലൊക്കെ പോയി കഴിഞ്ഞാൽ ലക്ഷക്കണക്കിന് രൂപ ചിലപ്പോൾ ചിലവാക്കേണ്ടി. ഇതിനാണ് ഇത്രയും നിങ്ങൾ സഹിക്കേണ്ട ആവശ്യം എന്താണ്? നിങ്ങൾ നിങ്ങളെ തന്നെ സ്നേഹിക്കാൻ പഠിക്കുക. നിങ്ങൾ എന്തിന് ഈ രോഗം ആജീവനം തലയിൽ ചുമക്കേണ്ട ആവശ്യമുണ്ടോ? ഈ മരുന്ന് കഴിച്ച്, അത് ഹെർബൽ മെഡിസിൻസ് ആവട്ടെ, ആയുർവേദമാകട്ടെ, അല്ലെങ്കിൽ ഇംഗ്ലീഷ് മെഡിസിൻസ് ആവട്ടെ, എന്ത് കഴിച്ചാലും നിങ്ങൾക്ക് ഷുഗറിൻ്റെ ലെവൽ മാത്രമേ കുറച്ച് വയ്ക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഇൻസുലിൻ റെസിസ്റ്റൻസ് മാറ്റാൻ പറ്റില്ല. അപ്പം നമ്മളെപ്പോലെ റിവേഴ്സൽ സെൻറ്ററിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പൂർണ്ണമായിട്ടും ഒറ്റ വർഷം കൊണ്ട് മാറ്റാം. അതായത് ഇത് മാറിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നീട് വരില്ല, നിങ്ങൾക്ക് മരുന്ന് കഴിക്കേണ്ടി വരില്ല. അതോടൊപ്പം നിങ്ങൾക്ക് ഈ കോംപ്ലിക്കേഷൻസ് പിന്നെ വരില്ല. ഈ പറഞ്ഞ പോലെ ഫാറ്റി ലിവർ, റീനൽ ഫെയിലിയർ, ന്യൂറോപ്പതി, റെറ്റിനോപ്പതി, കാർഡിയോമയോപ്പതി, കാർഡിയോവാസ്കുലർ ഡിസീസസ്, സ്ട്രോക്ക്, ഡയബറ്റീസ് ഉള്ള ആൾക്കാർ എന്ത് റെസ്ട്രിക്റ്റ് ചെയ്താണ് ആഹാരം കഴിക്കുന്നത്. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നമ്മളുടെ ഡയറ്റ്, ഈ റിവേഴ്സൽ സെൻറ്ററിലെ ഡയറ്റ് എന്ന് പറയുന്നത് വളരെ ഓരോ വ്യക്തിക്കും വ്യത്യസ്തമായ ഡയറ്റാണ്. അതും ആദ്യത്തെ മാസത്തെ ഡയറ്റ് അല്ല, രണ്ടാമത്തെ മാസത്തെ ഡയറ്റ്. അവരുടെ ഫുഡിൻ്റെ ഇൻടോളറൻസ് അനുസരിച്ച് വ്യത്യാസപ്പെടുത്തി കൊടുക്കും. അതുകൊണ്ടാണ് നമ്മൾ ഈ പ്രോഗ്രാമായിട്ട് നടത്തുന്നത്. അല്ലാതെ നമ്മളെ പ്രിൻ്റഡ് ഡയറ്റ് നമുക്കില്ല. ഡയബറ്റിക് ഡയറ്റ് എന്ന് പറഞ്ഞൊരു ഡയറ്റ് ഇല്ല, അതൊരു മിഥ്യയാണ്. അതേപോലെ തന്നെ എക്സസൈസ്, ഡയബറ്റിക് എക്സസൈസ് എന്ന് പറഞ്ഞൊരു എക്സസൈസ് ഇല്ല ഓരോ വ്യക്തിക്കും. കാരണം ആത്യന്തികമായി ഡയബറ്റീസ് വരുന്നത് മസിൽസിൻ്റെ രോഗമാണെന്ന് എല്ലാവർക്കും അറിയാം. ഇപ്പോൾ മൈറ്റോകോൺട്രിയയ്ക്ക് വരുന്ന ഒരു ഡിസ്ഫങ്ഷൻ, അതാണ് ഡയബറ്റീസ് അല്ലെങ്കിൽ ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. അപ്പം അതിന് കഴിക്കുന്ന ഈ ഇൻസുലിൻ നമ്മളുടെ ശരീരത്തെ വീണ്ടും കത്തിക്കുകയും നമ്മളുടെ രക്തക്കുഴലുകൾ വീണ്ടും നശിച്ചു പോവുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ വേറെ മാർഗമില്ലാത്തത് കൊണ്ടാണ് ഇത്രയും കാലം നമ്മൾ മരുന്ന് കഴിച്ചത്. 60 വയസ്സിന് താഴെയുള്ളവരെ നിങ്ങളുടെ ജീവിതം നശിപ്പിക്കേണ്ട കാര്യമില്ല. നിങ്ങൾ ആയുഷ്കാലം നിങ്ങൾ ഇതൊന്നും തലയിൽ ചുമക്കേണ്ട കാര്യമില്ല. ഒറ്റ വർഷം കൊണ്ട് പൂർണ്ണമായിട്ടും ഡയബറ്റീസ് മാറ്റാൻ കഴിയും. അതും വലിയ റെസ്ട്രിക്റ്റീവ് ഡയറ്റൊന്നും ഇല്ലാതെ തന്നെ, ഭീകരമായ എക്സസൈസുകളൊന്നും ഇല്ലാതെ തന്നെ, നിങ്ങളിപ്പോൾ ചെയ്യുന്ന കാര്യങ്ങളിൽ പോലും ചെയ്യണ്ട, വളരെ സിമ്പിളായിട്ട് നമുക്ക് ഡയബറ്റീസ് മാറ്റാൻ കഴിയും. പിന്നെ ഓൾറെഡി കോംപ്ലിക്കേഷൻസ് ഡെവലപ്പ് ചെയ്തവരാണെങ്കിൽ ചെറിയ വ്യതിയാനങ്ങൾ നമുക്ക് എല്ലാത്തിലും മാറ്റേണ്ടി വരും. സ്ട്രെസ് എന്ന് പറയുന്ന ആജീവനാന്തം എല്ലാവർക്കും ഉള്ളതാണ്. സ്ട്രെസ് ഇല്ലാതെ ഒരു കുഞ്ഞിനെയും ലോകത്ത് ജീവിക്കാൻ പറ്റില്ല. പക്ഷെ സ്ട്രെസ് എങ്ങനെ മാനേജ് ചെയ്യണം എന്നറിയാത്തത് കൊണ്ടാണ് ആ സ്ട്രെസ് നമ്മളെ ബാധിക്കാൻ തുടങ്ങുന്നതും അസുഖങ്ങളുണ്ടാകുന്നത്. അത് ഡയബറ്റീസ് മാത്രമല്ല, മറ്റനേകം രോഗങ്ങളുടെ പ്രധാന കാരണം സ്ട്രെസ് തന്നെയാണ്. സസ്റ്റെയിൻഡ് സ്ട്രെസ്, ഫെയിലിയർ ടു മാനേജ് ദ സ്ട്രെസ്, അവിടെയാണ് വിഷയം. അപ്പോൾ അതിന് നമുക്ക് വളരെ സിമ്പിളായിട്ടുള്ള ടെക്നിക്സ് ഉണ്ട്. അതായത് 2 മിനിറ്റ് എക്സസൈസുകളുണ്ട്. അത് നിങ്ങൾക്ക് യാത്ര ചെയ്യുമ്പോൾ ചെയ്യാം, നിങ്ങൾ ഓഫീസിൽ ഇരുന്ന് ചെയ്യാം, നിങ്ങൾക്ക് വീട്ടിൽ ഇരുന്ന് ചെയ്യാൻ പറ്റും. ഇങ്ങനെയുള്ള 2 മിനിറ്റ് എക്സസൈസുകൾ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ സ്ട്രെസ്സ് വളരെ ഈസി ആയിട്ട്
നിസ്സാരമായിട്ട് നിങ്ങൾ പോലും അറിയാതെ നിങ്ങളെ വിട്ടുപോകും. നിങ്ങളുടെ എല്ലാ ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ട്സും നിങ്ങളുടെ ബ്ലഡ് പാരാമീറ്റേഴ്സ് എല്ലാം 1 ഇയർ കൊണ്ട് ഒരു മരുന്നിൻ്റെയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു സപ്പോർട്ട് സിസ്റ്റത്തിൻ്റെയോ ആവശ്യമില്ലാതെ തന്നെ നോർമൽ ഡയറ്റിൽ മധുരം കഴിച്ചുകൊണ്ട് നിങ്ങൾക്ക് ബ്ലഡ് ചെക്ക് ചെയ്താലും എല്ലാ റിസൾട്ട്സും, ലിവർ ഫംഗ്ഷൻ ടെസ്റ്റ് ആണെങ്കിലും റീനൽ ഫംഗ്ഷൻ ടെസ്റ്റ് ആണെങ്കിലും കാർഡിയാക് പാരാമീറ്റേഴ്സ് ആണെങ്കിലും എല്ലാം നോർമൽ ലെവലിലേക്ക് എത്തിക്കാൻ പറ്റും. ഇത് ചെറിയ കാര്യമല്ല. ഇവിടെ വരുന്നവർ ഇതിനെല്ലാം ഈ കോംപ്ലിക്കേഷനെല്ലാം മരുന്ന് കഴിക്കുന്നവർ ഒരു 28 ഗുളിക 30 ഗുളികയൊക്കെ ഒരു ദിവസം കഴിക്കുന്ന ആൾക്കാരാണ് വരുന്നത്. അതായത് മരുന്ന് ആഹാരം പോലെ കഴിക്കും. പക്ഷെ അങ്ങനെയല്ല കഴിക്കേണ്ടത്, ആഹാരം മരുന്ന് പോലെ കഴിക്കണം. അതിന് നമ്മൾ ശ്രദ്ധിക്കണം. ഇനിയും ശ്രദ്ധിച്ചില്ലെങ്കിൽ കേരളത്തിലുള്ള യുവജനത ആയുസ് എത്താതെ മരിക്കും. അതും വെറുതെ മരിക്കുന്നതല്ല, കഷ്ടപ്പെട്ട് മരിക്കും. അപ്പം അതിന് ഇടവരുത്തേണ്ട ആവശ്യമില്ല. എല്ലാവരും ബുദ്ധിയുള്ളവരാണ്, ഏറ്റവും കൂടുതൽ വിദ്യാഭ്യാസമുള്ളവരാണ് കേരളത്തിലുള്ളവർ, വിവേകശാലികളാണ്. നിങ്ങൾ മനസ്സിലാക്കേണ്ട എത്രമാത്രം ഇത് വളരെ സിമ്പിളായിട്ടൊരു ആധുനികമായിട്ടുള്ള ഒരു ചികിത്സ രീതിയാണ് ഈ റിവേഴ്സൽ പ്രോഗ്രാം എന്ന് പറയുന്നത്. ഇതിൽ കൂടെ നമ്മുടെ എല്ലാ ലൈഫ് സ്റ്റൈൽ ഡിസീസസും മാറ്റാൻ കഴിയും. ലൈഫ് സ്റ്റൈൽ മാറ്റിയാൽ ലൈഫ് സ്റ്റൈൽ ഡിസീസസ് മാറ്റാൻ പറ്റും. എന്നാൽ പിന്നെ എനിക്ക് തന്നെ അങ്ങ് മാറ്റിക്കൂടെ? എന്താ മാറ്റാത്തത്? എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് മാറ്റാൻ കഴിയാത്തത്? മാറ്റാനായിട്ട് ഇതുപോലുള്ള സ്ട്രക്ചേർഡായിട്ട് സയൻറ്റിഫിക് ആയിട്ടുള്ള ഒരു പ്രോഗ്രാമിൽ തന്നെ നിങ്ങൾ എൻറോൾ ചെയ്യണം. 1 വർഷം ഏറ്റവും കുറഞ്ഞത് എടുക്കും. കാരണം ഒരാൾക്ക് ഡയബറ്റീസിൻ്റെ സിംറ്റംസ് തുടങ്ങുന്നതിന് 7 കൊല്ലം മുമ്പ് തന്നെ അയാളുടെ ശരീരത്തിൽ മെറ്റബോളിക് സിൻഡ്രോം തുടങ്ങി കാണും. അത് എല്ലാ സെല്ലുലാർ ലെവലിലേക്കും എത്തി അതൊരു സിംറ്റമാറ്റിക് ലെവലിലേക്ക് എത്താനായിട്ട് 5 മുതൽ 7 കൊല്ലം വരെ എടുക്കും. അപ്പോഴാണ് നിങ്ങൾ അറിയുന്നത് നിങ്ങൾക്ക് ഡയബറ്റീസ് ഉണ്ടെന്ന്. പലപ്പോഴും ഇവിടെ വരുന്നത് കരളും വൃക്കയൊക്കെ ബാധിച്ചു കഴിഞ്ഞിട്ടാണ്. കുട്ടികൾ 10-30 വയസ്സിന് താഴെയുള്ള ചെറുപ്പക്കാരാണ് ഇവിടെ വരുന്നത്. പിന്നെ ചിലരുണ്ട് കളിക്കാനും ഒക്കെ പോവും, പെട്ടെന്ന് കുഴഞ്ഞു വീണ് മരിക്കുന്നു. എന്തുകൊണ്ടാണ്? അവരുടെ രക്തക്കൊള്ളികളെ ബാധിക്കുന്നു, ഹൃദയത്തെ ബാധിക്കുന്നു. ഇതൊന്നും അവരറിയുന്നതേ ഇല്ല. അതുകൊണ്ടാണ് ഡയബറ്റീസ് ഒരു സൈലന്റ് കില്ലർ ആണെന്ന് പറയുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഇന്ന് തന്നെ ഡയബറ്റീസ് റിവേഴ്സൽ സെൻ്ററിൽ ചേരണം. നിങ്ങൾ ചേരുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, ഡയബറ്റിക് ഡയറ്റ് ഒരു മിഥ്യയാണ്. ഓരോരുത്തർക്കും ഓരോ ഡയറ്റാണ്. ഓരോ മനുഷ്യൻ, ഒരാളുടെ വിഷം ഒരാളുടെ മരുന്ന്, ഒരാളുടെ ആഹാരം മറ്റൊരാളുടെ വിഷമാണ്. അത് തിരിച്ചറിയുക. അതുകൊണ്ട് ഡയബറ്റിക് ഡയറ്റ് എന്ന് പറഞ്ഞൊരു ഡയറ്റില്ല. ഓരോരുത്തർക്കും വ്യത്യസ്തമായ ഡയറ്റായിരിക്കും. 1 വർഷം കൊണ്ട് നിഷ്പ്രയാസം നിങ്ങൾക്ക് ഈ അസുഖത്തെ പൂർണ്ണമായിട്ട് വലിച്ചെറിയാൻ സാധിക്കും. നിങ്ങളിത് ആയുഷ്കാലം ചുമക്കേണ്ട കാര്യമില്ല. സമയാസമയങ്ങളിൽ മരുന്നും ഇൻസുലിനും സമയം തെറ്റും. എന്തൊരു ബുദ്ധിമുട്ടാണ്. നിങ്ങൾ തന്നെ നിങ്ങൾക്ക് വേണ്ടി ഒരു ട്രാപ്പ് ഉണ്ടാക്കി അതിനകത്ത് കയറി പൂട്ടിയിരിക്കുന്ന പോലെയാണ്. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇനിയെങ്കിലും സ്വതന്ത്രരാകുക. ഡയബറ്റീസ് റിവേഴ്സൽ സെൻ്ററിൽ ചേരുക. ഈ ഇവിടെ വന്ന ഡയബറ്റീസ് പൂർണ്ണമായിട്ട് മാറിയ ആൾക്കാർ അവരുടെ സുഹൃത്തുക്കളോ ബന്ധുക്കളോ കാണും. അവർക്കും അവരുടെ അസുഖം മാറ്റണമെന്നുണ്ട്. പക്ഷേ അവരുടെ ഏറ്റവും വലിയ ശത്രു അവരുടെ ഉള്ളിൽ തന്നെ ഇരിക്കുന്ന അവരുടെ മനസ്സാണ്. അത് പ്രോകാസ്റ്റിനേറ്റ് ചെയ്യും. ഇന്നാകട്ടെ, നാളെ ആകട്ടെ, കല്യാണം കഴിഞ്ഞാകട്ടെ, എൻ്റെ ടൂർ പ്രോഗ്രാം കഴിഞ്ഞാകട്ടെ, എൻ്റെ കമ്പനിയിൽ നിന്ന് തന്ന ആ ടാർജറ്റ് ഒന്ന് കഴിഞ്ഞിട്ടാവട്ടെ, അല്ലെങ്കിൽ അമ്മ വീട്ടിൽ വന്ന് നിന്നിട്ട് മാറിയിട്ട് തിരിച്ചു പോയിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇങ്ങനെ അനേകം എക്സ്ക്യൂസുകൾ നിങ്ങളുടെ മനസ്സ് നിങ്ങളെ കൊണ്ട് എടുപ്പിക്കും, തരും. അവസാനം നിങ്ങളത് പ്രോകാസ്റ്റിനേറ്റ് ചെയ്ത് പോകും. ഇന്ന് തന്നെ ഡയബറ്റീസ് റിവേഴ്സൽ സെൻ്ററിൽ എൻറോൾ ചെയ്യുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് 1 കൊല്ലം കൊണ്ട് നിഷ്പ്രയാസം മാറ്റാൻ കഴിയും. ധാരാളം പേർക്ക് ഇവിടെ മാറുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ആശംസകൾ. നന്ദി, നമസ്കാരം.